ഇരുട്ടിൻ്റെ മറവിൽ SFIയുടെ കൊടിയഴിച്ച യൂത്തനെ കയ്യോടെ പിടിക്കുകയും അതേ യൂത്തൻ നിക്കറിൽ മുള്ളിക്കൊണ്ട് തിരിച്ച് അതേ കൊടി എവിടെ നിന്നാണോ അഴിച്ചത് അവിടെ തന്നെ തിരികെ കെട്ടുന്ന മനോഹരമായ ഒരു സംഭവം നടക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം രാത്രി പേരൂർക്കടയിൽ SFIയുടെ കൊടിയഴിച്ച യൂത്ത് കോൺഗ്രസ്സുകാരനെ കൊണ്ട് തന്നെയാണ് തിരിച്ച് അതേ കൊടി എവിടെയാണോ കെട്ടിയിരുന്നത് അതേ രീതിയിൽ തിരികെ കൊണ്ട് കെട്ടിച്ച ആ ദൃശ്യം. ഇത് മാത്രമേ ഉള്ളൂ കുറ്റം. തിരുവനന്തപുരം പേരൂർക്കടയിൽ കൊടിമരത്തിൽ നിന്ന് SFI പതാക അഴിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കൊണ്ട് തിരികെ കെട്ടിച്ച SFI പ്രവർത്തകർ. പേരൂർക്കട കൊടപ്പനക്കുന്നിന് സമീപത്ത് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. വീണ ജോർജ് വിഷയത്തിൽ പ്രതിഷേധം നടത്തി തിരികെ വരുമ്പോഴാണ് കൊടി അഴിക്കുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കണ്ടത്. തിരിച്ചു കെട്ടിയാൽ പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിന്മേൽ പോലീസ് സാന്നിധ്യത്തിലാണ് പതാക തിരിച്ചു കെട്ടിയത്. അതിനൊരു കുഴപ്പമില്ല. ഇത് മാത്രമേ ഉള്ളൂ കുറ്റം. ബോധ്യം ഉണ്ടാവും. ഈ നല്ല നില തീർന്നത് ഇതല്ലേ നിങ്ങളോട് മലയാളത്തിൽ പറഞ്ഞത്, ഇതൊന്നും താങ്ങാൻ നിങ്ങളെക്കൊണ്ട് പറ്റില്ല എന്ന്. ഇരുട്ടിൻ്റെ മറവിൽ ആരുമില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് SFIയുടെ കൊടിമരത്തിൽ നിന്നും അഴിച്ച് ദൂരെ എറിയുവാനുള്ള ഒരു നിർദ്ദേശം യൂത്തന് കിട്ടുന്നത്. അതേ തുടർന്ന് പേരൂർക്കടയിലെത്തുകയും SFIയുടെ കൊടിമരത്തിൽ നിന്നും SFIയുടെ കൊടിയഴിച്ച് മാറ്റുകയും ചെയ്തു. പക്ഷേ ആരോടാ നിങ്ങൾ കളിക്കുന്നത്? SFI പിള്ളേരോടോ? ഇതേ SFI പിള്ളേർ ആരാണോ കൊടിയഴിച്ചത് ആ യൂത്തനെ കൊണ്ട് ആ കൊടി എവിടെയാണോ വലിച്ചെറിഞ്ഞത് അവിടെ നിന്നും തിരിച്ചെടുപ്പിച്ച് അതേ കൊടിമരത്തിൽ തിരികെ കൊണ്ട് കെട്ടിയ അതിമനോഹരമായ കാഴ്ച. ഇരുട്ടിൻ്റെ മറവില്ലാതെ ഇവന്മാരെ കൊണ്ടൊന്നും ഒരു രോമം പോലും നുള്ളിയെടുത്ത് മാറ്റുവാൻ സാധിക്കില്ല എന്ന് അവന്മാർ തന്നെ തെളിയിച്ച സാഹചര്യം. അതും പോട്ടെ, SFI പിള്ളർ കയ്യോടെ പിടിച്ചപ്പോൾ നിക്കറിൽ മുള്ളിക്കൊണ്ടല്ലേ തിരികെ ആ കൊടിമരത്തിൽ കെട്ടിയത്. വെളിച്ചത്തിൽ ഇതൊന്നും കാണിക്കുവാനുള്ള ധൈര്യം യൂത്തന്മാർക്കില്ല. ഒന്നുകിൽ 10 ക്യാമറ വേണം, അല്ലെങ്കിൽ കൂടെ ഒരു 50 അനുയായികൾ വേണം, ഇതുമല്ലെങ്കിൽ ഇരുട്ട് വേണം. ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇവന്മാർ രംഗത്തിറങ്ങുകയുള്ളൂ. ഇനി അഥവാ ഇവന്മാർ രംഗത്തിറങ്ങിയാലോ SFI പിള്ളേർ ഇവന്മാരെയൊക്കെ കയ്യോടെ പിടിക്കുകയും ചെയ്യും. എന്തുടായ്പാണോ ഇവന്മാർ കാണിച്ചത് ആ ഉടായ്പിനെ തിരുത്തുകയും ചെയ്യും. ഇതാണ് പണ്ട് കൊടിയേരി പറഞ്ഞത്, ഇവന്മാരെ കൊണ്ടൊന്നും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനും പറ്റത്തില്ല. ഇനി എന്തെങ്കിലും ചെയ്താൽ തന്നെ നമ്മൾ തിരിച്ചു വല്ലതും ചെയ്താൽ ഇതൊന്നും ഇവന്മാരെ കൊണ്ട് താങ്ങാനും പറ്റില്ല എന്ന്. എന്തായാലും കഴിഞ്ഞ ദിവസം പേരൂർക്കടയിൽ SFIയുടെ കൊടിയഴിച്ച, അതും ഇരുട്ടിൻ്റെ മറവിൽ നിന്ന് SFIയുടെ കൊടിയഴിച്ച യൂത്ത് കോൺഗ്രസ്സുകാരനെ കൊണ്ട് ആ കൊടി തിരികെ കെട്ടിച്ചത് അത് ഒരു മുന്നറിയിപ്പാണ്. നിങ്ങൾ ഉഡായിപ്പ് പരിപാടികളുമായിട്ട് പ്രസ്ഥാനത്തിന് നേരെ തിരിഞ്ഞാൽ പ്രസ്ഥാനം എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതിൻ്റെ കൃത്യമായ മുന്നറിയിപ്പ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ റെയിൽവേ സ്റ്റേഷനിൽ വച്ച് മാധ്യമ ക്യാമറകൾക്ക് മുമ്പിൽ ഷോ കാണിക്കുവാൻ വേണ്ടി ആക്രമിച്ചപ്പോൾ മുതൽ ഇവന്മാർക്കൊക്കെ ഓങ്ങിയിട്ടിരുന്നു. അതൊക്കെയാണ് ഇവന്മാരുടെ തന്നെ ഉഡായിപ്പ് പരിപാടികൾ കൂടി യുവമാർക്ക് തന്നെ തിരികെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശരി, കഴിഞ്ഞ ദിവസം രാത്രി SFIയുടെ കൊടിയഴിച്ചിട്ട് ആ കൊടി SFI പിള്ളേർ തന്നെ അവനെ കൊണ്ട് തിരികെ കെട്ടിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇവന്മാരെ കൊണ്ടൊന്നും ഒന്നിനും സാധിക്കില്ല എന്ന്. യൂത്തന്മാരെന്ന് പറഞ്ഞ് ക്യാമറകൾക്ക് മുമ്പിൽ ഷോ കാണിക്കാമെന്നല്ലാതെ നേരെ നിന്നൊരു മുദ്രാവാക്യം വിളിക്കുവാനുള്ള കെൽപ്പ് പോലും ഇവന്മാർക്ക് ഇല്ല എന്ന് തെളിയുന്ന സാഹചര്യം.